കിതാബുകൾ. ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത നബിമാരിലേക്കാണ് അവൻ്റെ കിതാബുകൾ ഇറക്കിയത്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത്. അതിലെ അവസാനത്തേത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനാണ്. ഇനി ഒരു നബി വരാനില്ലാത്തതുപോലെ ഒരു കിതാബും വരാനില്ല. വിശുദ്ധ ഖുർആൻ ഇൽമിൻ്റെയും ഹിദായത്തിൻ്റെയും ഗ്രന്ഥമാണ്. അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ്. നബിമാർ കിതാബുകൾ: മൂസ അലൈഹിസ്സലാം തൗറാത്ത്, ദാവൂദ് അലൈഹിസ്സലാം സബൂർ, ഈസ അലൈഹിസ്സലാം ഇൻജീൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ. നബിമാർ ഏടുകൾ: ആദം അലൈഹിസ്സലാം 10, ഇദ്രീസ് അലൈഹിസ്സലാം 30, ശീസ് അലൈഹിസ്സലാം 50, ഇബ്രാഹിം അലൈഹിസ്സലാം 10. കിതാബുകൾ എത്ര? 4 കിതാബുകൾ അല്ലേ? 4 കിതാബുകളും 100 ഏടുകളുമാണ്. അപ്പോൾ എത്ര കിതാബാ? 4 കിതാബുകൾ. കിതാബുകൾ എത്ര? 4. രണ്ടാമത്തെ ചോദ്യം: നമ്മുടെ കിതാബ് ഏതാകുന്നു? നമ്മുടെ കിതാബ് ഏതാ? നമ്മുടെ കിതാബ് ഏതാകുന്നു? പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ കിതാബ്. നമ്മുടെ കിതാബ് പരിശുദ്ധ ഖുർആനാണ്. സബൂർ. മൂന്നാമത്തെ ചോദ്യം: സബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത്? സബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത്? സബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത്? ദാവൂദ് അലൈഹിസ്സലാം. സബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത്? ദാവൂദ് അലൈഹിസ്സലാം. ഈസാ നബിക്ക് ഇറക്കപ്പെട്ടു. ഏത്? ഈസാ നബിക്ക് ഏത് കിതാബ് ഇറക്കപ്പെട്ടത്? ഈസാ നബിക്ക് ഈസാ അലൈഹിസ്സലാം ഇൻജീൽ എന്ന കിതാബാണ് ഇറക്കപ്പെട്ടത്. തൗറാത്ത് ഇറക്കപ്പെട്ടത് ഏത് നബിക്ക്? തൗറാത്ത് ഇറക്കപ്പെട്ടത് ഏത് നബിക്ക്? തൗറാത്ത് ഇറക്കപ്പെട്ടത് മൂസ